ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ 4th സെമ്മിൽ BSc ബോട്ടണിയിൽ 4th സെമ്മിൽ ബയോഫിസിക്സിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രോമാറ്റോഗ്രഫി. അതിൽ തന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പിളും അതിൻ്റെ ടൈപ്സും ആണ് പഠിക്കാനായിട്ടുള്ളത്. ടൈപ്സ് തന്നെ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, മോളിക്കുലാർ സീവിങ്, അതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത് സിലബസിൽ തന്നിട്ടുള്ള ക്രോമാറ്റോഗ്രഫീസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ബയോഫിസിക്സ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. ബയോഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബയോളജിക്കൽ പ്രോസസ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കുറച്ച് ഫിസിക്സിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോളജിക്കൽ പ്രോസസ്സ് പഠിക്കും. ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ പറയുന്ന പേരാണ് എന്ത്, ബയോഫിസിക്സ്. ബയോഫിസിക്സിൻ്റെ ഫാദർ കെന്നത്ത് സ്റ്റുവാർഡാണ്. ഇനി ക്രോമാറ്റോഗ്രഫി എന്താണെന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോംപ്ലക്സ് മിക്സ്ചറിൽ പല കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടാവും. അതായത് ഒരു കോംപ്ലക്സ് മിക്സ്ചറിൽ പല കമ്പോണൻസ് ഉണ്ടായിരിക്കും. ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അനലിറ്റിക്കൽ ടെക്നിക്കാണ് എന്ത്, ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇത് ഇൻവെൻറ്റ് ചെയ്തത് മിക്കൈൽസ് സിവറ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ നിന്ന് ക്ലോറോഫിലിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻവെൻറ്റ് ചെയ്തത് ക്രോമാറ്റോഗ്രഫി. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് എ മിക്സ്ചർ ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ഫേസസ്. രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള, അതായത് രണ്ട് കൂടിച്ചേരാത്ത ഫേസുകളുടെ ഇടയിൽ ഒരു മിക്സ്ചറിൻ്റെ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് എന്ത്, ക്രോമാറ്റോഗ്രഫി നടക്കുന്നത്. അതായത് രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ഫേസിൻ്റെ ഇടയിൽ ഒരു മിക്സ്ചറിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് കാണിക്കുന്ന ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, ക്രോമാറ്റോഗ്രഫി നടക്കുന്നത്. ഈ രണ്ട് ഫേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോംപ്ലക്സ് മിക്സ്ചറിനെ രണ്ട് ഡിഫറെൻറ്റ് ഫേസുകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് വിടും. നമുക്കൊരു മിക്സ്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുകളിൽ ഈ കോംപ്ലക്സ് മിക്സ്ചറിനെ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് വിടും. ആ ഫേസുകളെ പറയുന്ന പേരാണെന്ത്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനറി ഫേസിന് എന്താണ്, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫേസിന് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. സ്റ്റേഷനറി ഫേസിന് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ഉള്ള ഫേസിനെ പറയുന്ന പേരാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യാൻ വിടുമ്പോൾ ഈ മിക്സ്ചറിലുള്ള കമ്പോണൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ആവുന്നത്. അതിൻ്റെ നേച്ചറിൽ വരുന്നതാണ് എന്തൊക്കെ, സൊല്യൂബിലിറ്റി പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ സൊല്യൂബിലിറ്റീൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ അതിൻ്റെ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി, അതിൻ്റെ ചാർജ്, അതിൻ്റെ മോളിക്കുലാർ സൈസ്, അതിൻ്റെ സ്പെസിഫിക് അഫിനിറ്റി, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, ഈ കമ്പോണൻസ് സെപ്പറേറ്റഡ് ആവുന്നത്. പലതരത്തിലുള്ള ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്സോർപ്ഷനും പാർട്ടീഷനും അയൺ എക്സ്ചേഞ്ചും മോളിക്കുലാർ സീവിങ്ങുമാണ് പഠിക്കാനുള്ളത്. ആ 4 ക്രോമാറ്റോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. എന്നാലും ഇത് നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് പ്ലാനർ ക്രോമാറ്റോഗ്രഫി ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കോളം ക്രോമാറ്റോഗ്രഫിയിലേക്കാണ് കിടക്കുന്നത്. കോളം ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇവിടെ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് നടത്തുന്ന ഒരു കോളത്തിലാണ്. ഒരു കോളം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കോളം ക്രോമാറ്റോഗ്രഫി പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെയാണ് എന്ത്, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിലെന്ന് വെച്ചാൽ ഈ കമ്പോണൻസിൻ്റെ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് കമ്പോണൻസ് സെപ്പറേറ്റഡ് ആവുന്നത്. ഇപ്പോൾ അഡ്സോർബൻറ്റിനോടുള്ള അഫിനിറ്റി എന്തായിരിക്കും, അല്ല അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ആർക്കായിരിക്കും കൂടുതൽ, ചില കോമ്പൗണ്ട്സിന് നല്ല അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ചില കോമ്പൗണ്ട്സിന് അത്ര അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല അഡ്സോർബൻറ്റുമായിട്ട്.
അഡ്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വലിച്ചെടുക്കുന്ന ആ വസ്തുവിനെ പറയുന്നതാണ് അഡ്സോർബൻ്റ്. ഇതിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്സോർബൻസ് ആയിട്ടുള്ള സിലിക്ക, അലുമിന, സെല്ലുലോസ് നൈട്രേറ്റ്, ഇതൊക്കെയാണ് എന്ത്? സ്റ്റേഷനറി ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? നോൺ പോളാർ സോൾവൻ്റ് ആയിട്ടുള്ള ബെൻസീന്, ഹെക്സൈന്, ഈതർ, ക്ലോറോഫോം. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിക്സ്ചറിലുള്ള കമ്പോണൻസിൽ ചില കമ്പോണൻസിന് എന്തായിരിക്കും? നമ്മൾ അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനോട് കുറച്ചുകൂടി അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ആ ഒരു കമ്പോണൻറ്റിനെ വലിച്ചെടുക്കും. നമ്മൾ അഡ്സോർബൻ്റ് ആ കമ്പോണൻറ്റിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കും. അങ്ങനെ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി കൂടുതലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആ അഡ്സോർബായി കിടക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? പാസ് ഔട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്സോർബൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ കോളത്തിൽ ഫില്ല് ചെയ്യുക. നമ്മൾ പറഞ്ഞു കോളം ക്രോമാറ്റോഗ്രഫിയിൽ വരുന്നതാണ് എന്ത്? അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. അപ്പം ഒരു കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അഡ്സോർബൻ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ അഡ്സോർബൻ്റായിട്ട് നമ്മൾ സിലിക്ക അല്ലെങ്കിൽ അലുമിന, സെല്ലുലോസ് നൈട്രേറ്റ് അങ്ങനത്തെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോളത്തിൽ ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഫേസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സോൾവെൻറ്റിനെ സെലക്ട് ചെയ്യും. നോൺ പോളാറായിട്ടുള്ള എക്സൈന്, ബെൻസൈൻ പോലത്തെ സോൾവെൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ റിസർവോയറിൽ ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ മിക്സ്ചർ ഉണ്ടല്ലോ, ആ മിക്സ്ചർ നമ്മൾ ഈ അഡ്സോർബൻറ്റിൻ്റെ ടോപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ അഡ്സോർബൻ്റായിട്ട് ഇപ്പോൾ സിലിക്കയോ എന്താണോ എടുത്തത് അതിൻ്റെ മേലെ എന്ത് ചെയ്യും? നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട മിക്സ്ചർ ഫില്ല് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ മൊബൈൽ ഫേസ് റിസർവോയറിന്ന് റിലീസ് ചെയ്യും, കോളത്തിലേക്ക് റിലീസ് ചെയ്യും. സ്റ്റോപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സോൾവെൻറ്റ് ഇതിലൂടെ പാസ് ചെയ്യുമല്ലോ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ കൂടെ നമ്മുടെ മിക്സ്ചറിലുള്ള കമ്പോണൻസും എന്തിലൂടെ പാസ് ചെയ്യും? ഈ അഡ്സോർബൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ പാസ് ചെയ്യും. അതിൽ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി കൂടുതലുള്ള കമ്പോണൻ്റ് എന്ത് ചെയ്യും? ആ അഡ്സോർബൻറ്റിൽ അഡ്സോർബ്ഡായിട്ട് കിടക്കും, അഡ്സോർബ്ഡായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കും. ബാക്കി അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഇല്ലാത്ത കമ്പോണൻസ് എന്ത് ചെയ്യും? ഈ കോളത്തിലൂടെ പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് ബോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ആ മൊബൈൽ ഫേസിൻ്റെ കൂടെ തന്നെ ഈ കമ്പോണൻറ്റും നമുക്ക് എന്താവും? സെപ്പറേറ്റഡ് ആയിട്ട് എടുക്കും. ഇനി അതിന് ശേഷം നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സോൾവെൻറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളൊന്നുകൂടെ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യും. എന്നിട്ട് ആ സ്റ്റേഷനറി ഫേസിൽ നിന്ന് നമ്മളെ കമ്പോണൻ്റ് ഉണ്ടല്ലോ, ആ കമ്പോണൻറ്റിനെ എന്ത് ചെയ്യും? എലൂട്ട് ചെയ്തെടുക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇതാണ് നമ്മുടെ കോളം. ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സിലിക്ക അല്ലെങ്കിൽ അലുമിനിയം ആയിട്ട് സ്റ്റേഷനറി ഫേസ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റേഷനറി ഫേസിൽ നമ്മൾ മേലെയായിട്ട് ആ മിക്സ്ചറിന് എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ സോൾവെൻറ്റിന് എടുക്കും. സോൾവെൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റേഷനറി ഫേസിലൂടെ പോവാനായിട്ട് നമ്മൾ അനുവദിക്കും. ഓക്കെ, അപ്പോൾ ചില ഈ മിക്സ്ചറിലുള്ള ചില കമ്പോണൻസിന് സോൾവെൻറ്റിനോടായിരിക്കും അഡ്സോർപ്ഷൻ കൂടുതലുണ്ടാവുക. അപ്പോൾ അത് സോൾവെൻറ്റിൻ്റെ കൂടെ വരും. ചില മിക്സ്ചറിന് എന്തായിരിക്കും? അഡ്സോർബൻറ്റിനോടായിരിക്കും കൂടുതൽ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത്.
അതുകൊണ്ട് അത് അഡ്സോർബൻറ്റിൽ എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കും. ഇതിലിപ്പോൾ എക്സ് വൈ ഈ കമ്പോണൻസിൽ എക്സും വൈയും ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്സിന് എന്താണ്, അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി കൂടുതലാണ്. അതുകൊണ്ട് അത് സിലിക്കയിൽ എന്ത് ചെയ്തു, അഡ്സോർബ്ഡ് ആയിട്ട് കിടക്കും. ബാക്കി വൈ എന്ത് ചെയ്തു, വൈ ഇതിലൂടെ പുറത്തേക്ക് വന്നു. അതാണ് എന്ത്, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇനി ജസ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ്, സാന്തോഫിൽ, കാരോട്ടിനോയിഡ്സ് അതിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട്, പിന്നെ കോംപ്ലക്സ് ലിപ്പിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷന്, സ്റ്റിറോയിഡിൻ്റെ പ്യൂരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി നോക്കുന്നത്. ഇനി അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂസിങ് ആയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.